എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ നല്ലതായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് എടുത്തിട്ട് കുഴച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്കത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ വല്ലാതെ തിക്നെസ്സായിട്ടും പരത്തരുത്, വല്ലാതെ തിന്നായിട്ടും പരത്തരുത്, ഒരു മീഡിയം തിക്നെസ്സിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാകത്തിനാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ഇതേപോലെ ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും ചെറിയൊരു ഡബയുടെ മൂടി എടുത്തിട്ട് വീണ്ടും നടുക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നടുക്ക് ഉള്ള ഒരു ഷേപ്പും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാവരും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിനകത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും റെഡിയാക്കി എടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു പാക്കറ്റ് ഇതാ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ് ഇതാ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ലോവിലിടാം കേട്ടോ. കാരണം മീഡിയം ഹൈയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഡോണറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കണ്ട, ചെറിയൊരു കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളിൽ കുക്കായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഡോണറ്റ് ആക്കി എടുക്കേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടില്ലേ, അത് എടുത്ത് വയ്ക്കുക. എന്നതിന് ശേഷം നമ്മളൊരു ഡോണറ്റ് എടുക്കുക. എന്നിട്ട് അത് ഇതിനകത്തേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യുന്നില്ല, ഒരു പകുതി ഭാഗമേ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജെംസോ സ്പ്രിങ്കിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഡോനറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ലാതെ പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്